മലയാളത്തിൻ്റെ ഗാനഗന്ധർവന് ആസ്വാദക ലോകം ആരാധലോകം ആശംസകൾ അർപ്പിക്കുമ്പോൾ ജനം ടി വിക്കൊപ്പം സംഗീത രംഗത്ത് ശ്രദ്ധേയരായ നിരവധി പേരും അദ്ദേഹത്തിൻ്റെ ആശംസകൾ അർപ്പിക്കാനും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനും ചേരുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പകരം വയ്ക്കാനില്ലാത്ത നാദമാധുര്യത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ കെ.ജെ. യേശുദാസ്. സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല, ഭാരതത്തിലില്ല. അദ്ദേഹം 3 വർഷത്തിലധികമായി അമേരിക്കയിലാണുള്ളത്. കൊറോണയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ വന്നിട്ടില്ല. എന്തെങ്കിലും അദ്ദേഹം എല്ലാ പിറന്നാളിനും അദ്ദേഹം മൂകാംബികയിലെത്താറുണ്ട്. അദ്ദേഹം മൂകാംബികയിൽ അദ്ദേഹത്തിൻ്റെ ഭക്തർ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന ഈ വഴിപാടുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം നാട്ടിലില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സുദിനത്തിന് ആശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനായി 84 വയസ്സാണ്, ശതാഭിഷേകം നിറവിലാണ്. എങ്കിലും കൂടുതൽ വർഷം അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകനായ ജി ശ്രീറാം, ഒപ്പം സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ ജി.കെ. ഹരീഷ് മണി എന്നിവർ തത്സമയം ചേരുകയാണ്. അവർ സൂമിലൂടെയാണ് ചേരുന്നത്. ആദ്യം ജി ശ്രീറാമിലേക്ക്. ജി ശ്രീറാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് മലയാളത്തിൻ്റെ പുണ്യമാണ് ദാസേട്ടൻ. മലയാളത്തിൻ്റെ ആ ഒരു സുഹൃതത്തിന് ആശംസകൾ നേരുകയാണ്. മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുഭവത്തെ, ആ ഓർമ്മകളെ എങ്ങനെയാണ് താങ്കൾ ആദ്യം തന്നെ ഓർത്തെടുക്കുന്നത്? ആദ്യം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മൾ ഈ നേരത്തെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളെല്ലാം തന്നെ അല്ലെ, പകരം വയ്ക്കാനില്ല. 62 വർഷത്തിനിപ്പുറം 61 പാടി തുടങ്ങിയതാണ് അദ്ദേഹം, 1961. ഇപ്പോഴും പകരം വയ്ക്കാൻ ഒരു ശബ്ദമില്ല എന്ന് പറയുന്നത് നമുക്കൊന്നും സാധാരണ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു മഹാ വ്യക്തിത്വം, ഒരു ഗാനഗന്ധർവൻ എന്നുള്ള വാക്കിനപ്പുറത്തേക്ക് അദ്ദേഹം കടന്നെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാം. അങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാം ഗുരു കൂടിയായ ദാസാറിന് ആദ്യം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. ആശംസകൾ നേരുന്നു. ഈ എത്ര വിശേഷണങ്ങൾ നൽകിയാലും മതിയാവാത്ത ഒരു ശബ്ദത്തിനുടമ. ശബ്ദം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വേറിട്ട ആ നാദം, അത് നമ്മളെ ഏത് പാട്ട് കേട്ടാലും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു ഒരു 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 കാന്തശക്തി അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഇത് വെറുതെ ഉണ്ടായി വരുന്നതല്ല. തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ് സംഗീതജ്ഞാനം ലഭിക്കുക എന്നുള്ളത്. പക്ഷെ സ്വന്തം പ്രയത്നം കൂടിയാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ്. പറഞ്ഞതുപോലെ തന്നെ ഒരു എളിയ ജീവിതത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഔന്നത്യത്തിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്രയത്നം തന്നെയാണ്. പല രീതിയിലും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ന് മലയാളത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ ആ ഒരു സംഗീത രംഗത്ത് നെറുകയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ട് ഈ ഒരു സുദിനത്തിൽ. അക്കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ദാസാറുമായിട്ട് എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. എന്ന് പറയുമ്പോൾ അത്രയും അടുപ്പമൊന്നും ഞാനൊന്നും ഒരിക്കലും കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഞാനൊരു ഒന്ന് അകന്ന് മാറി നിന്നേ അദ്ദേഹത്തെ എപ്പോഴും കണ്ടിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. അത്രയും ഒരു മഹാമേരുവായിട്ട് വളർന്നു നിൽക്കുകയാണ് സംഗീത രംഗത്ത്. ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തിനെ കാണാനും അടുത്ത് ഇടപഴകാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ വഴി ആണ് ആ ബന്ധം. ഒരുപക്ഷെ 1972 1973 കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ വരികയും
ഒന്ന് രണ്ട് സിനിമാ പാട്ടുകൾ വീട്ടിലിരുന്ന് പാടുകയൊക്കെ ചെയ്ത ഓർമ്മ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ തിരക്കിനിടയിൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വന്നിട്ട് എൻ്റെ ചേച്ചി പറയുമ്പോൾ ഏത് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടിത്തരികയും അപ്പൊ അങ്ങനെ ഒരു ബന്ധം തുടങ്ങി. പിന്നീട് തരങ്കിണി എന്ന സ്റ്റുഡിയോയുമായിട്ടും തരങ്കിണി എന്ന അദ്ദേഹത്തിന്റെ സംഗീത ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള ഒരുപാട് ബന്ധങ്ങൾ തുടരാനായി. തരങ്കിണി സ്റ്റുഡിയോയിൽ അദ്ദേഹം നേരിട്ട് പറഞ്ഞു തന്നാണ് ഞങ്ങൾ പാട്ട് പാടി തുടങ്ങിയത്, തിരുവനന്തപുരത്തുള്ള തരങ്കിണി സ്റ്റുഡിയോയിൽ. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള പ്രയത്നങ്ങൾ തിരുവനന്തപുരത്തേക്ക് സംഗീതം റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരിക, അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം ഒന്ന് പ്രവർത്തിച്ചത്. ആ തരങ്കിണി സ്റ്റുഡിയോ ഏറ്റവും അന്നത്തെ ആധുനിക രീതിയിലുള്ള സ്റ്റുഡിയോ നിർമ്മിക്കുകയും ഈ സ്കൂളിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. തരങ്കിണിശ്ശേരി സ്കൂള് ഒരുപിടി കലാകാരന്മാരെ വളർത്തിയെടുക്കുക, ഇൻസ്ട്രുമെന്റൽസിനെ എല്ലാം പഠിപ്പിച്ച് അവരെ ഒരു പ്രൊഫഷണൽ ലെവലിൽ വായിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ശ്രമം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ വഴിയുണ്ടാക്കി എന്നുള്ള വലിയൊരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം പാട്ട് മാത്രമല്ല, അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പാട്ട് മാത്രം പാടി സ്വന്തമായിട്ട് പേരുണ്ടാക്കാൻ എന്തെല്ലാം ആൾക്കാര് ഇങ്ങനെ പറഞ്ഞു അല്ലെ. പക്ഷെ അതിലൊന്നും ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് വയലിൻ ആയിക്കോട്ടെ, പിയാനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൃദംഗമായിക്കോട്ടെ, വായ്പാട്ടായിക്കോട്ടെ, അത്തരത്തിലുള്ള കലാകാരന്മാരെ പഠിപ്പിച്ച് പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് തരങ്കിണിശ്ശേരി എന്ന സ്ഥാപനം അദ്ദേഹം തുടങ്ങിയത്. അതുവഴി തന്നെ തരങ്കിണി സ്റ്റുഡിയോയിൽ അവരെ കൊണ്ട് വായിപ്പിക്കുവാനും അത്തരത്തിലുള്ള സംഗീത പരിപാടികളിൽ അല്ലെ റെക്കോർഡിങ്സിലൊക്കെ പങ്കെടുപ്പിക്കുവാനൊക്കെ ഉള്ള ശ്രമം ഒരുപാട് നടത്തിയിട്ടുണ്ട്. തരങ്കിണി റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇന്നും ഒരു മലയാളിക്ക് മറക്കാനാവാത്ത ഗാനങ്ങൾ നൽകിയിട്ടുള്ളൊരു. പിന്നൊന്ന്, ശാസ്ത്രീയ സംഗീതം ഇത്രമാത്രം പൊതുജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മഹൽ വ്യക്തി വേറൊരാളില്ല എന്ന് ഉറപ്പിച്ച് പറയാം. എന്തോ ആണ് ശാസ്ത്രീയ സംഗീതം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജനകീയമായി ഈ സംഗീതത്തെ ഒരു ജനകീയമായി ഉപയോഗപ്പെടുത്തിയ, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക്, ആരാധക മനസ്സിലേക്ക്, ആസ്വാദക മനസ്സിലേക്ക് ഇത്രമാത്രം ആഴത്തിൽ പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭ ഉണ്ടാകില്ല വേറെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒപ്പം ജി ശ്രീറാമാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പിറന്നാൾ സുദിനമാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രേക്ഷകർ ഒരു പാട്ട് പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ പാടുക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരു സംഗീത അർച്ചനയായിട്ട് മാത്രം കരുതണമെന്നാണ് അഭ്യർത്ഥന. അദ്ദേഹം ആദ്യകാലത്ത് പാടി സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഗാനം, അത് എളുപ്പമല്ല പാടാൻ. കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു ഗാനം, ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായമില്ലാതെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു ഗാനത്തിന്റെ 4 വരി പാടാം. നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ സപ്തമരാളങ്ങളെ, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും സുന്ദരിമാരേ. ക്ഷമിക്കണം പോലും. ഏതായാലും ഈ ഒരു സുദിനത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹാർച്ചന തന്നെയായി ഈ ഒരു പാട്ട്. ഏതായാലും കുറച്ചുകൂടി വിശേഷങ്ങളും 1-2 പാട്ടുകൾ കൂടി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദയവായി തുടരുക. ഇപ്പോൾ സംഗീത സംവിധായകൻ ശ്രീ GK ഹരീഷ് മണി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ GK ഹരീഷ് മണി. ഇവിടെ ദാസേട്ടൻ്റെ സുദിനത്തിൽ ദാസേട്ടനെ കൊണ്ട് നിരവധി പാട്ടുകൾ പാടിപ്പിച്ച ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ
മകൻ അദ്ദേഹത്തെ അടക്കം പഠിപ്പിച്ച ഒരു സംഗീത സംവിധായകനെയാണ് നമുക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു അനുഭവം, ആ ഒരു ആ ഒരു ആ ഒരു ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം സന്തോഷത്തെയാണ് ഈ ഒരു സുദിനത്തിൽ ഓർത്തെടുക്കുന്നത്? ഞാൻ ആദ്യമായി എൻ്റെ സംഗീത ഈശ്വരൻ ഗാനഗന്ധർവൻ ദാസായത്തിന് എന്റെ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാം നേരുന്നുകൊണ്ട് ജന്മദിനാശംസകൾ 84 ജന്മദിനാശംസകൾ നേരുന്നു. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത കാര്യം പറയുമ്പോൾ എനിക്കത് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെന്നൈയിലാണ് റെക്കോർഡ് ചെയ്തത്. പ്രോഗ്രസ് സൂപ്പർ എന്നുള്ള ഫിലിം 2012 ഓടി, 2013 ഫിലിം ഇറങ്ങിയത്. അതിന്റെ അനുഭവം എന്ന് പറയുന്നത് അതിലെ ലാസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ONV സാറ് ലാസ്റ്റ് എഴുതി ഗാനഗന്ധർവൻ പാടിയ ഒരു കോമ്പിനേഷനിലെ ഒരു സോങ് ആണ് അത്. ചക്രവർത്തി സാജൻ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. സാറ് പാടിക്കാനായിട്ടല്ല, എന്റെ ട്യൂൺ സാറ് പാടി തരണമല്ലോ. അതിലെ പറയാൻ പറ്റി നമുക്ക് പാടിക്കാനുള്ള ഒരു അർഹതയില്ല. കാരണം അദ്ദേഹത്തിന്റെ നവൽന്ന് തെറിച്ചു വീഴുന്ന സംഗീതത്തിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് സംതിങ് പോലും എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല, സംഗീതത്തെ കുറിച്ച് അറിയില്ല. അത് ഞാൻ ചെയ്ത പാട്ട് രാഗം ബേസ്ഡ് ആണ്, ദർബാരിക്കാരനാണ്. അതുപോലെ എനിക്ക് പൂർണ്ണമായിട്ട് രാഗത്തെ കുറിച്ച് അറിയില്ല, പ്രോമിസ്. അപ്പോൾ ഞാനത് ചെന്ന് സാറിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ സാർ ആദ്യം ലിറിക്സ് എഴുതിയതിനു ശേഷം ട്രാക്ക് കേട്ടു. അപ്പൊ ട്രാക്ക് കേട്ടപ്പോ എന്നോട് സാറ് ചോദിച്ചു, ഇതാരാ ട്രാക്ക് പാടിയെന്ന് ചോദിച്ചു. ഞാൻ പ്രൊഫസർ ഞാനാണ് പാടിയിരിക്കുന്നത്. ഗുഡ്, അപ്പൊ പാട്ടുകാരനാണല്ലോ, അപ്പൊ പിന്നെ ഇനി ട്രാക്ക് കേൾക്കണ്ട, താങ്കൾ അങ്ങ് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആ സമയത്ത് എന്തൊക്കെ തോന്നി എന്നുള്ളതിന്റെ എല്ലാം പോയി. ടോട്ടലി ഞാൻ അപ്സെറ്റ് ആയി. കാരണം അദ്ദേഹത്തെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ പറ്റാത്തൊരിതാണ്. അത്രയും സംഗീത ലോകത്ത് വിരാജിക്കുന്ന ഒരു സംഗീത സാഗരത്തിന് മുന്നിലാണ് നമ്മളൊക്കെ ഇങ്ങനെ തൊടുകയോട് നിൽക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു സംഗീത രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം വലിപ്പ ചെറുപ്പമില്ലാതെ ഈ സംഗീതത്തെ കാണുന്നു, അത് പാട്ടുകാരെ കാണുന്നു, സംഗീത സംവിധായകരെ കാണുന്നു, എഴുത്തുകാരെ കാണുന്നു എന്നാണ്. അത് തന്നെയാണ് താങ്കളുടെ അനുഭവം താങ്കൾ പങ്കുവച്ചതും. ഇവിടെ ആ ഒരു സമയത്ത് ഇപ്പോൾ യേശുദാസ് ആണ് ഈ തൻ്റെ എൻ്റെ പാട്ട് പാടുന്നത്, അദ്ദേഹം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പരിഭ്രമം സ്വാഭാവികമായി നമുക്കുണ്ടാവും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും പെരുമാറ്റവും വേറെ തരത്തിലായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. കാരണം സാറ് വരുമ്പോ തന്നെ ഞാൻ അതിന് പുറത്ത് സാറ് കാറിൽ ഇറങ്ങുമ്പോൾ ചെന്ന് കുത്തുവിടാനായിട്ട്. അപ്പൊ നിരവധി തവണ സാറിന് നേരിട്ട് അല്ലാതെ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടുണ്ട്. പോയപ്പോ സാർ പറഞ്ഞു, ഇപ്പൊ ഇവിടെ വെച്ചത് അത് സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്ക് പോയിട്ട് തൊട്ടു തൊഴാം, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം ഒരു കോമിക് ആയിട്ടാണ്, നല്ലൊരു കോമഡി പറഞ്ഞിട്ടാണ്. അപ്പോ സൗണ്ട് എഞ്ചിനീയറോട് ഞാൻ ചോദിച്ചു, നമ്മൾ കേട്ടിട്ടുള്ളത് മിക്കവാറും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഈ ഇടക്കാലങ്ങളിലൊന്നും നേരിട്ട് പാടിയിട്ടില്ല, സാറിന്റെ ട്രാക്ക് കേട്ട് പാടി അയച്ചു കൊടുക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ പാടണം, അത് സാറിന്റെ ഇന്നത്തെ മൂഡ് പോലിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സാറ് പാടിയതിനു ശേഷം കേൾക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ സാറിന് ഇന്നും ഇനി എന്റെ തലമുറകൾ ചെയ്ത ഒരു പുണ്യമാണ്. കാരണം ഇത്രയും മഹാനായ ഒരു പാട്ടുകാരൻ, അതിനുശേഷം ദാസ് സാറ് കഴിഞ്ഞാല് SPB സാറ് ജയേട്ടൻ ഒഴികെ ബാക്കി 99% പാട്ടുകാർ എന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്, പല പടങ്ങളിലും അല്ലാതെ നോൺ ഫിലിം സോങ്സ്. ഇവരിലെല്ലാം ഏറ്റവും കൊച്ചുകുട്ടിയാണ് ദാസ് സാറ്, എളിമയിൽ. അത് പലരും അഹങ്കരിക്കുന്നത് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു കൊച്ചുകുട്ടി ഇരുന്ന് പാടാൻ, തുടക്കക്കാരൻ വന്നിരുന്ന് പാടുന്നത് പോലെയാണ് ഒരു ഭവ്യതയുള്ളത്. അപ്പൊ ഞാൻ സാറിന് ലിറിക്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഞാൻ നിന്നിട്ടാണ് പറയുന്നത്, സാർ ഇങ്ങനെ കസേരയിൽ. അപ്പൊ എന്നോട് ചോദിച്ചു, താങ്കളെല്ലാം മ്യൂസിക് ഡയറക്ടർ? ഞാൻ പറഞ്ഞതെ. സാർ എണീറ്റ് അടുത്ത് കിടന്ന് ചെയറെടുത്ത് ഇട്ടിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു അനുഭവം. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം പാടാനായിട്ട് പോകുമ്പോൾ സാറ് ബൂത്തിൽ കയറി ഞാൻ കൺസോളിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുകയാണ്. സൗണ്ട് എഞ്ചിനീയർ ഇരിപ്പുണ്ട്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ സാറ് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അവിടെ ഇരിക്കണം, എനിക്ക് സംശയം വരും, സംശയം വരുമ്പോ ചോദിച്ചാൽ പറഞ്ഞു തരണ്ടേ, അവിടെ നിന്ന് ആസ്വദിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻസ് പാടിയതിനു ശേഷം മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ മതി. അല്ല, താങ്കളുടെ മനസ്സിലുള്ള സംഗീതമാണ് എനിക്ക് വേണ്ടത്, ഞാൻ എന്റെ ഇഷ്ടത്തിന് കുറച്ച് മാറ്റി പാടും, അത് ഓപ്ഷനായിട്ട് വെച്ചാൽ മതി, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്
ഇതുപോലെ ലോക ചരിത്രത്തിൽ ഇത്രയും വലിയൊരു എന്താ പറയുക, ഇത്രയ്ക്കും വലിയൊരു കലാകാരൻ, ഒരു ഇതിഹാസ ഗായകൻ, അദ്ദേഹം ഇങ്ങനെ എന്നെ പോലെ സംഗീതത്തിൽ ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ എളിമ കാണിച്ചെന്ന് പറഞ്ഞാല് അത് ഞങ്ങളുടെ എന്നല്ല, എന്റെ മാത്രമല്ല, വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാർക്കും, പാട്ടുകാർക്കും, സംഗീത സംവിധായകർക്കും ശരിയാണ്. ഇതൊരു അത് തന്നെയാണ് പാഠമാണ്. കെ ജെ യേശുദാസ് എന്നുള്ള അതുല്യ പ്രതിഭയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്, വേറിട്ട് നിർത്തുന്നത്. നമുക്ക് ഒരു ഇടവേള പോകേണ്ടതുണ്ട്. അതിനുശേഷം കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെയും എത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ ജി കെ ഹരീഷ് മണി അദ്ദേഹത്തെ കൊണ്ട് പാടിച്ച ആ ഒരു പാട്ട് ഒരു 4 വരിയെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും. പൂ മഞ്ചരുമാ മൃതിനിൻ ജീവനെ വരവേൽക്കേ, ഈ മൃണ്മയമാ ഉടലിൽ പൊന്തിരി പൊലിഞ്ഞുമ്പോ പടുതിരി കത്തുന്ന ഒരു ജീവനിൽ പകരുന്നു നിൻ സ്നേഹകണം, നിൻ സ്നേഹകണം. ഇതാണ് ആ ഗാനം. അതും ONV സാറ് ട്യൂൺ ഇഷ്ടപ്പെട്ട് എനിക്ക് എന്റെ ട്യൂണിൽ എഴുതിയിട്ടുന്ന ഗാനം. യെസ്, ഏതായാലും നിങ്ങൾ രണ്ടുപേരിലേക്കും കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളുമായിട്ട് തിരികെ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രശസ്ത ഗായകനായിട്ടുള്ള ശ്രീ സുദീപ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ടെലിഫോണിലൂടെയാണ് അദ്ദേഹം ചേരുന്നത്. ശ്രീ സുദീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഇവിടെ ജി കെ ഹരീഷ് മണി ഒപ്പം ജി ശ്രീറാം എന്നിവരാണ് തത്സമയം നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. അവരൊക്കെയും നിരവധി വിശേഷങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഓർത്തെടുത്തത്, അദ്ദേഹത്തിൻ്റെ ആശംസകൾ നേർന്നത്. നമുക്ക് എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഗാനഗന്ധർവനെ താങ്കൾ ഓർത്തെടുക്കുന്നത്, ഒപ്പം ആശംസകൾ നേരുന്നത്? ഏറ്റവും സന്തോഷത്തോടു കൂടി ഇന്ന് ആദ്യം തന്നെ പ്രിയപ്പെട്ട ഗാനഗന്ധർവന്, അതിലുപരി എന്നെ സംബന്ധിച്ചും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാ ഗായകരെ സംബന്ധിച്ചും അദ്ദേഹം ഗുരുനാഥനാണ്. പ്രിയപ്പെട്ട ഗുരുനാഥന് ഇന്നത്തെ ജന്മദിനത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. എന്നെ സംബന്ധിച്ച് ജനിച്ച കാലം മുതൽ കേട്ട് വരുന്ന ശബ്ദം എന്ന് പറയാം. അദ്ദേഹം പാടിത്തുടങ്ങുന്നത്, സിനിമകളിൽ പാടിത്തുടങ്ങുന്നത് 61-ലാണ്. അതും കഴിഞ്ഞിട്ട് 10-14 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള പാട്ടുകൾ കേട്ട് വരുന്നതാണ്. ഏറ്റവും അധികം സ്വാധീനിച്ച ഗായകൻ, അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൃദയത്തിൽ ഇടമുള്ള പാട്ടുകാരനായിരുന്നു ചോദിച്ചാൽ യാതൊരു സംശയമില്ല, ദാസ് സാറ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് ആ ശൈലി ഏറ്റവും അധികം മനസ്സിൽ കൊണ്ടു നടന്നാണ് പാട്ടുകാരനാവണം എന്ന ആഗ്രഹം പോലും ഉണ്ടായത്. പിന്നീട് നമ്മൾ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് അടുത്ത് സഹകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും വളരെ വ്യക്തിപരമായിട്ട് തന്നെ അടുത്ത് സംസാരിക്കാനും ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരും പറയുന്ന വാക്ക് തന്നെ ഞാനും പറയാം. എല്ലാവരും അത് പറഞ്ഞ ക്ലീഷേ ആവുന്ന വാക്കല്ല ഒരിക്കലും. ഗാനഗന്ധർവന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത്, അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞതാണ് നമ്മളുടെയൊക്കെ ജന്മത്തിന്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഗായകരെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ അസോസിയേഷന്റെ സമത്തിന്റെ ആഭിമുഖ്യത്തിൽ തരംഗിണിയോടൊപ്പം ചേർന്ന് എറണാകുളത്ത് ഇന്ന് 10:30 മണിക്ക് യേശുദാസ് സാർ വീഡിയോയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ശരി, അത്തരത്തിലുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യേശുദാസ് എന്നുള്ള ഒരു അതുല്യ കലാകാരൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തിൻ്റെയും സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ശ്രീ സുദീപ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹാർച്ചന അതൊരു പാട്ടില്ലാതെ പൂർണ്ണമാകില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം തന്നെ പ്രിയപ്പെട്ടതാണെങ്കിലും ഈ പ്രഭാതത്തിൽ ഇന്നത്തെ രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ പല്ലവി പാടാം, ഒരു ഭക്തി ഗീതം ആവാം എന്ന് വിചാരിക്കുന്നു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഒരു നേരമെങ്കിലും കാണാതെ
എൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. നന്ദി ശ്രീ സുനിൽ കുമാർ. ഈ ഒരു പ്രഭാതത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഗാനം കൂടി ആശംസകളോടൊപ്പം നമുക്ക് തന്നതിന്, നമുക്ക് പകർന്നു നൽകിയതിന് ഗാനഗന്ധർവനെ ആശംസകളുമായി ഒപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി ജി ശ്രീറാം, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജി ശ്രീറാം, ഒപ്പം ശ്രീ ജി കെ ഹരീഷ് മണി സംഗീത സംവിധായകൻ എന്നിവരാണ് നമ്മോടൊപ്പം തുടരുന്നത്. വീണ്ടും ജി ശ്രീറാമിലേക്ക്. ജി ശ്രീറാം, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സുദീപും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ദാസേട്ടനാണ്. ഡോക്ടർ KJ യേശുദാസ് അല്ല, അത് ചെറിയ കുട്ടിയായി കഴിഞ്ഞാലും മുതിർന്ന ആൾക്കാർ എത്ര പ്രായമുള്ളവരായി കഴിഞ്ഞാലും ദാസേട്ടനാണ്. ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു മലയാളിയും ഇന്ന് ഉണ്ടാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ പിറന്നു വീണ ഒരു കുഞ്ഞു പോലും ജീവിതത്തിൻ്റെ ആ ഒരു നിമിഷങ്ങൾ ഒരു നിമിഷമെങ്കിലും ആ പാട്ട് ഇപ്പോഴും കേൾക്കുന്നു. 84 വയസ്സിലാണ് അദ്ദേഹം, അമേരിക്കയിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും സജീവമാണ്. താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരുപാട് വിശേഷങ്ങൾ, തരംഗിണി തൊട്ടുള്ള ആ ഒരു സമയത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം സംഗീത വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്നു, എത്രത്തോളം കണ്ടു പഠിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം കലയിൽ, സംഗീതത്തിൽ 100% അർപ്പിച്ച ഒരു ജീവിതമാണ്. ഒരു അർപ്പണ മനോഭാവം അത് എത്രത്തോളം എല്ലാവർക്കും ആക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും പാഠപുസ്തകമാണ്. എങ്ങനെ പാടണം, പക്ഷെ അത് അത്രയും നമ്മൾ ഒരു അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ട് ആസ്വദിച്ച് പോയാൽ മാത്രം പോരാ. അത് എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കുന്നത്, ഓരോ വാക്കിന്റെ അർത്ഥം അനുസരിച്ച് ഈ ശബ്ദത്തിനെ സോഫ്റ്റ് ആക്കുകയും അത്തരത്തിലുള്ള സംഗീതത്തിൽ നൽകുന്ന പ്രയോഗങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു പാട്ട് കേട്ട് സംഗീത വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് പാടേണ്ടത്, ഉച്ചാരണം എങ്ങനെയായിരിക്കണം, ഓരോ അക്ഷരങ്ങളും എങ്ങനെ ഉച്ചരിക്കണം എന്ന് അതിസൂക്ഷ്മമായിട്ട് അദ്ദേഹം ഓരോ പാട്ടിനകത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ശ്രമം പുതിയ തലമുറയിലെ കുട്ടികൾ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഓരോ പാട്ടെടുത്ത് അത് എങ്ങനെയാണ് പാടേണ്ടത്, നമുക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു എക്സാമ്പിൾ കാണിക്കാനില്ല ഇന്നും. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ 1961 അദ്ദേഹം പാടി. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും മഹാമേരു പോലെ അങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു ഗായകന് ഇതിനപ്പുറത്തേക്ക് പാടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമെന്ന് നമുക്ക് അറിയുകയുമില്ല. അപ്പോ ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ പരമമായിട്ടുള്ള ജ്ഞാനം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രയത്നം, വർഷങ്ങളായിട്ടുള്ള പ്രയത്നം, സംഗീതം മാത്രം എന്ന് പറഞ്ഞ് ജീവിതത്തെ നയിക്കുന്ന ഒരു മഹാഗുരു. എന്തെല്ലാം ത്യാഗങ്ങളാണ് അദ്ദേഹം അതിനുവേണ്ടി സഹിക്കുന്നത്. ആഹാരത്തിന്റെ കാര്യത്തിലും നമുക്കിഷ്ടമുള്ള ഒരു സാധനവും നമുക്ക് വാരി വലിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് നടക്കില്ല. അപ്പൊ അത്തരത്തിൽ അതിനെല്ലാം ത്യജിച്ചിട്ടാണ് അദ്ദേഹം ഒരു സന്യാസ ജീവിതം പോലെയാണ് അദ്ദേഹം. സംഗീതം മാത്രം എന്ന് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ഒരു ശക്തിയാണ്. അപ്പോൾ അത് എങ്ങനെയാണത് ഈ പാട്ടിലൂടെ അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നതെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കാണാനും കേൾക്കാനുമുള്ള ഒരു ശ്രദ്ധ നമ്മൾ ഓരോ പാട്ടുകാരും കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ മാതൃകയാണ് എല്ലാവരും പാടുന്നത് തന്നെ. എങ്ങനെ പാടണം എന്ന് നോക്കുമ്പോൾ യേശുദാസ് പാടുന്ന പോലെ പാടും എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പോഴും ഏത് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും, ഒരു സംഗീത വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാലും ആരാകണം, ആരെ പോലെ ആകണം എന്ന് ചോദിച്ചാൽ യേശുദാസിനെ പോലെ ആകണം എന്ന ഒരു ഉത്തരമാണ് ആദ്യം ലഭിക്കുക. പിന്നീടാണ് മറ്റു പേരുകളിലേക്കും അവർ വന്നു ചേരുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ പല നേട്ടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഏറ്റവും മനോഹരമായി നമുക്ക് ലഭ്യമാകാൻ ഏറ്റവും മനോഹരമായ സുന്ദരമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളത് അത് ഒരു ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യേശുദാസിൻ്റെ ജീവിതം, അദ്ദേഹം പക്ഷേ അതിനെ ഉപേക്ഷിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല, യാതൊരു വിധത്തിലും അദ്ദേഹം അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഇത്രമേൽ സുരഭിലമാക്കുന്നത്. എന്തൊക്കെയാണോ അദ്ദേഹം ഉപേക്ഷിച്ചത് അതൊക്കെ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിനേക്കാൾ മനോഹരമായി നമുക്കൊക്കെയും പ്രേക്ഷകർക്കും ആസ്വാദകർക്കും പകർന്നു നൽകുകയും ചെയ്തു, അല്ലേ?
അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം പാടിയിരുന്നാൽ പോലും ഈ പറയുന്ന ആരാധക വൃന്ദം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കാണും. പക്ഷെ അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ടില്ല. ഈ തിരക്കിനിടയിലും ഒരു ദിവസം 10ഉം 15ഉം പാട്ടുകൾ വരെ പാടിയ, 17ഓളം പാട്ടുകൾ വരെ റെക്കോർഡ് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ര തിരക്കായിട്ട് നടക്കുന്ന ഒരു ഈ സംഗീതജ്ഞൻ ശാസ്ത്രീയ സംഗീതം എപ്പോ സമയം കിട്ടിയാലും അത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ രാഗങ്ങളും അത്തരത്തിലുള്ള കീർത്തനങ്ങൾ എന്നും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും അതാണ് ഞാൻ കൂടുതൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയ സംഗീതം ഓരോ ദിവസവും അദ്ദേഹം പുതിയ കീർത്തനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ തിരക്കിനിടയ്ക്കാണ് അദ്ദേഹം പലപ്പോഴും യാത്രക്കിടയിലും അല്ലെങ്കിൽ കിട്ടുന്ന ഒഴിവ് വേളകളെല്ലാം തന്നെ സംഗീതത്തിന് വേണ്ടി വീണ്ടും മാറ്റിവെക്കുകയാണ്. അതിന്റെ ഒരു അടുത്തൊരു ഉദാഹരണം, ഒരു 2-3 മാസം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ കുറച്ച് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹം പുറത്താണ്, സ്റ്റേറ്റ് എല്ലാവർക്കും അറിയാം. ഫോണിലൂടെ അല്പസമയം സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി. ഞങ്ങളുടെ അച്ഛന്റെ ഒരു ഫൗണ്ടേഷന്റെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിനിടയിലും അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോ ഒരു പുതിയ രാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നേപ്പാളി, അങ്ങനെ എന്തോ ഒരു പേരാണ്, വ്യക്തമായില്ല. അത് ഈ രാഗങ്ങളും നമ്മൾ കേട്ടുപോലുമില്ല. അത്തരത്തിലുള്ള ഒരു രാഗം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ സ്വരങ്ങൾ പാടി കേൾപ്പിക്കുകയും ചെയ്തു ഈ പ്രായത്തിൽ. അപ്പോ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിന് വെറുതെ ഈ അദ്ദേഹത്തിന്റെ ഈ പാടി വെച്ച പാട്ടുകൾ തന്നെ ധാരാളമാണല്ലേ. പക്ഷെ അങ്ങനെയല്ല. പ്രയത്നം എന്ന് പറയുന്നത് എന്നും ഒരു വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. യെസ്, ഒരു നിമിഷം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ തലമുറയ്ക്കടക്കം മാതൃകയാണ് അദ്ദേഹം. പുതിയ തലമുറയിലെ ശ്രദ്ധേയ ഗായകനായ ശ്രീ അഫ്സൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അഫ്സൽ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു ജി ശ്രീറാം സാറൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടാവും, എല്ലാവർക്കും മാതൃകയാണ്, സംഗീത വിദ്യാർത്ഥികൾക്ക്, പാട്ടുകാർക്ക് എല്ലാവർക്കും മാതൃകയാണ്, പ്രചോദനമാണ് ഡോക്ടർ KJ യേശുദാസ് എന്ന നമ്മുടെ സ്വന്തം ദാസേട്ടൻ. അഫ്സൽ എന്നുള്ള ഒരു പാട്ടുകാരൻ നിങ്ങളടക്കമുള്ള പുതുതലമുറയിലെ പാട്ടുകാർക്കടക്കം എത്രത്തോളം പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വര മാധുര്യവും? തീർച്ചയായിട്ടും ദാസാറിന്റെ ലൈഫ് സംഗീതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നും അതേപടി അദ്ദേഹം നമ്മളോടൊക്കെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കൊന്നും അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കുറെ കൂടി സുഖലോലുപം എന്നാറാണ് ശരിക്കും. ദാസേട്ടൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഒരേ നാട്ടുകാരാണ്. എൻ്റെ കാരണവന്മാരായിട്ടൊക്കെ ഇവര് അടുത്ത ബന്ധങ്ങളാണ്. എന്തായാലും സാറിന്റെ കൂടെ ഞാൻ 96-ലാണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്നത്, US ഒരു പ്രോഗ്രാം. അന്ന് ഞാൻ ഒരു ഡ്രമ്മറായിട്ടാണ് സാറിന്റെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പൊ അന്ന് തൊട്ടുള്ള ഒരു ബന്ധം അന്ന് മുതലേ വളരെ കരുതലോടെ നമ്മളെയൊക്കെ സ്നേഹിക്കുകയും, പിന്നെ ഞാനൊരു പ്ലേബാക്ക് സിംഗറായിട്ട് വന്നപ്പോഴും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് പാട്ടുകൾ പഠിക്കാനും കൂടുതൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാനൊക്കെ എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു. അതായത് ജീവിത ശൈലിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു കരുതൽ എപ്പോഴും ദാസാറിന് നമ്മളെ പുതിയ ജനറേഷനോടും ഒക്കെ ഉണ്ട്. എന്തായാലും സാറിന്റെ ഈ ഒരു 84ാം പിറന്നാള് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. നമ്മളിന്ന് സാറിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് ഇവിടെ ഞങ്ങളുടെ പ്ലേബാക്ക് സിംഗേഴ്സ് അസോസിയേഷൻ ശ്രമം ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് സാറ് ഓൺലൈനിൽ US-ന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ആ ഒരു സന്തോഷം കൂടിയുണ്ട്. ഏതായാലും അഫ്സൽ, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹാർച്ചന, ഒരു പാട്ട് സ്വാഭാവികമെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് അഫ്സലിൽ നിന്നും. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിന്റെയോ ഭവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. യെസ്, മനോഹരം. നന്ദി ശ്രീ അഫ്സൽ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ, നമ്മുടെയൊക്കെയും ഗാനഗന്ധർവൻ ഇന്ന് 84ൻ്റെ നിറവിലാണ്. 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പകരം വെക്കാനില്ലാത്ത ദാസേട്ടിന് പകരം മറ്റൊരു നാദമാധുര്യം ഇത്രമേൽ മനോഹരമായി മലയാളികളെ
ആസ്വാദകരെ ആസ്വദിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ പ്രശസ്ത ഗായകൻ ശ്രീ പ്രദീപ് സോമസുന്ദരം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രദീപ് സോമസുന്ദരം, ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മളൊക്കെയും വളരെ സന്തോഷത്തിലാണ്. കാരണം മലയാളത്തിൻ്റെ നമ്മുടെ സ്വന്തം ദാസേട്ടൻ ഇന്ന് 84ൻ്റെ നിറവിലാണ്, ശതാഭിഷേക നിറവിലാണ്. എങ്ങനെയാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നത്? ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ സത്യം പറഞ്ഞു, നിങ്ങൾ വിളിച്ച സമയം വളരെ ഒരു കോയിൻസിഡൻസ് ആയി. ഞാൻ അദ്ദേഹത്തിന്റെ 84ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് അസീസിയ കൺവെൻഷൻ ഹാളില്. ഞങ്ങളുടെ സമം സംഘടന സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ തൃശ്ശൂരിൽ നിന്ന് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ്. ദാസേട്ടൻ 84 എന്ന് പറയുമ്പോൾ ശബ്ദത്തിന് യാതൊരു മാറ്റവും ഇല്ല, അതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് 93 എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയിൽ പാടാൻ വരുന്ന തന്നെ ദാസേട്ടനെ കാണണം, ദാസേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹത്തിന്റെ മുകളിൽ മാത്രമാണ് ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വരുന്നത്. അപ്പൊ ആ ചെറിയൊരു ആഗ്രഹം അദ്ദേഹം സാധിച്ചു തന്നു. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് പാടി, പിന്നെ അതിനുശേഷം ഒരുപാട് ട്രാക്കുകളും പാടി. ചെന്നൈയിൽ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടു. ചെറുപ്പത്തിലെ കേട്ട് നമ്മള് അദ്ദേഹത്തിന്റെ മാസ്മര ശബ്ദം കേട്ട് ആസ്വദിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നടന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു. അപ്പോ വളരെ അടുത്തറിയാൻ ദാസേട്ടനെ സാധിച്ചു. പിന്നെ സംഘടനയുടെ സമം എന്ന് പറയുന്ന സംഘടനയിൽ അദ്ദേഹം ചെയർമാൻ കൂടിയാണ്. അപ്പോ ഈ അവസരം അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം നേരുന്നു. എല്ലാ മലയാളികളെയും പോലെ ഞാനും. ശ്രീ പ്രദീപ് സോമസുന്ദരം, ഒരു പാട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാട്ട് പാടാം. തീർച്ചയായും. मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा, मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा, मेरी प्रीत का काजल तुम अपने नैनों में मले आना, जब दीप जले आना, जब शाम ढले आना. ഇത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഞാൻ കേട്ട ആദ്യത്തെ പാട്ടാണ് ഞങ്ങളുടെ ചെറുപ്പത്തില്. യെസ്, നന്ദി ശ്രീ പ്രദീപ് സോമസുന്ദരം. ഈ ഒരു തിരക്കിലാണ്, താങ്കൾ യാത്രയിലാണെന്നറിയാം. ഈ ഒരു തിരക്കിനിടയിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാനും ആശംസകൾ അർപ്പിക്കാനും ഒപ്പം മനോഹരമായ ഒരു പാട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിയതിനും ഒരുപാട് നന്ദി. വീണ്ടും നമ്മുടെ അതിഥികൾ ജി ശ്രീറാം ഒപ്പം കെ ഹരീഷ് മണി എന്നിവരിലേക്ക് രണ്ടുപേരിലേക്ക് ഒന്ന് പോവുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, ഒരുപാട് പാട്ടുകളും നമുക്ക് കേൾക്കാനുണ്ട്. പക്ഷേ നമുക്ക് സമയം അത്രമേലില്ലല്ലോ. എങ്കിലും ശ്രീ ജി കെ ഹരീഷ് മണി, താങ്കൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട് നേരത്തെ. അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു മഹാമേരുവിൻ്റെ മുന്നിൽ, ആ ഒരു മഹാസാഗരത്തിൻ്റെ മുന്നിൽ കൂപ്പുകൈയോടെ നിൽക്കാൻ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിയുക. താങ്കൾ ആ അനുഭവം പങ്കുവച്ചു. ഒപ്പം ഈ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ പുറത്തിറങ്ങി. അപ്പോഴും അദ്ദേഹം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ കെ ജി യേശുദാസ്. അത്രത്തോളം വലിയ ഒരു വ്യക്തി ആയാലും അദ്ദേഹം ഓർത്തെടുക്കാൻ പോലും സമയം ഉണ്ടാകില്ല അദ്ദേഹത്തിന്. പക്ഷേ നമ്മൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ കാര്യങ്ങൾ ഓർത്തെടുക്കുകയും നമ്മളുടെ ആ കുശലാന്വേഷണം, സ്നേഹാന്വേഷണവും ഒക്കെ നടത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു അനുഭവം? ഈ സിനിമയൊക്കെ ഇറങ്ങി, പാട്ടുകളൊക്കെ ഇറങ്ങി, പിന്നീടുള്ള ഒരു വിശേഷം പറച്ചിലൊക്കെ എങ്ങനെയായിരുന്നു, സ്നേഹാന്വേഷണങ്ങളൊക്കെ? തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഓഡിയോ റിലീസിന് തലേന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറിന് രാത്രി 9 മണിക്കാണ് വിളിക്കുന്നത്. അപ്പോ സെക്രട്ടറി എടുത്തിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്, രാവിലെ ഒരു 9:30 വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് പ്രകാരം രാവിലെ 9:30 വിളിക്കുമ്പോൾ കോൾ കണ്ടുകൊണ്ട് സാർ ഉടനെ ചോദിച്ചത്, ഹരീഷ് ഇന്നലെ വിളിച്ചിരുന്നല്ലേ? അപ്പോ അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോ ഉള്ള ചെറിയ ചെറിയ പാട്ടുകാർക്ക് പോലും നമ്മളെ ഓർക്കാനുള്ള ഒരു സമയമില്ല. ഈ മഹാമേരു
ഉടനെ ചോദിക്കുന്നത്, ഇന്നലെ രാത്രി ഹരീഷ് വിളിച്ചിരുന്നു, അല്ലെ ഞാനങ്ങ് വേറൊരു തിരക്കിലായി പോയി പറയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെയാണ്, ഇന്ന് ഓഡിയോ റിലീസാണ്, അപ്പൊ സാറിന്റെ ഒരു ആശംസകളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഓഡിയോ റിലീസ് എത്ര മണിക്കാണ്? ഞാൻ പറഞ്ഞു വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോ ആ സമയത്ത് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാനൊന്ന് ലൈനിൽ വരാമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് അതിന് പ്രകാരം കറക്റ്റായിട്ട് സാറ് റിപ്ലൈ തരികയും ചെയ്തു. അതുകൂടാതെ ഈ പാട്ട് ഒരു അവാർഡ് കാറ്റഗറിയിൽ വന്നൊരു സോങ് ആണ്. അതറിഞ്ഞിട്ട് ഞാൻ സാറിനെ ഇതുമാതിരി വിളിച്ചിട്ട് പറഞ്ഞു, സാർ നമ്മുടെ പാട്ടിന് ഇങ്ങനെ ഒരു അവാർഡിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ മറ്റന്നാള് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കാണാം, അൽസാദിൽ ഒരു വിവാഹത്തിന് വരുന്നുണ്ട്. അപ്പൊ ഞാനും അതിന്റെ ക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി സാറിനെ കണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ സാറ് പറഞ്ഞത്, മോനെ അവാർഡ് എന്നുള്ളത് നോക്കരുത്, ദാസേട്ടൻ ഇത് നോക്കിയിരുന്നെങ്കിൽ ഈ രംഗത്തെ കാണില്ല. അത് കിട്ടുന്നത് ഈ പറയുന്നത് മാറി മറിയും, അതാണ് അവാർഡ്. അതുകൊണ്ട് താങ്കളുടെ പ്രയത്നം പോലെ, താങ്കൾക്ക് അറിവ് ഉള്ളതുപോലെ കൂടുതൽ അറിവ് നേടി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പാടാനായാലും വർക്ക് ചെയ്യാനായാലും അത് ശ്രമിക്കുക. അവാർഡ് ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചു പറയും, അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വൈസും തന്നിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഓർത്ത് വയ്ക്കാനുള്ള ആ ഒരു മനസ്സ്. സാറ് പാടി 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഓഡിയോ റിലീസ് നടക്കുന്നത്. ആ സമയത്ത് തന്നെ സാർ ഇങ്ങനെ ഞാൻ വിളിച്ച ഉടനെ സാർ ഇങ്ങോട്ട് റിപ്ലൈ പറഞ്ഞു, സാർ തന്നെയാണ് അദ്ദേഹത്തെ താങ്കൾ പറഞ്ഞതിനെ പോലെ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം പുതിയ കാലം ഏതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേട്ടങ്ങൾക്ക് പിറകെ പോവുകയും ഭ്രമിക്കുകയും പിന്നീട് അല്ലേ തന്നെ സഹായിച്ചവരെയും പിന്നിട്ട വഴികളേക്ക് മറക്കുന്ന ഒരു ലോകത്താണ് അദ്ദേഹം ഇത്തരത്തിൽ ശ്രദ്ധേയനാകുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു പ്രതിഭാശാലിയാക്കുന്നത്. അതുല്യ കലാകാരൻ എന്നുള്ള, ഗാനഗന്ധർവൻ എന്നുള്ള ഒരു വിശേഷണത്തിന് അർഹനാക്കുന്നത് പോലും. ഇനി നമുക്ക് GK ഹരീഷ് മണിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകൂടി ഒന്ന് കേൾക്കാം. രണ്ടുപേരിൽ നിന്ന് നമ്മളൊരു ഒരു പാട്ടുകൂടി കാത്തിരിക്കുകയാണ്. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ഏതായാലും നന്ദി ശ്രീ GK ഹരീഷ് മണി. ഒരു സമയം ഞങ്ങളുടെ ഇത്രയും സമയം പങ്കുവച്ചത്. ശ്രീ G ശ്രീറാം, ഒരു പാട്ടുകൂടി, ആ ഒരു ദാസേട്ടൻ്റെ പാട്ടുകൂടി ആയാൽ വളരെ നല്ലത്. തീർച്ചയായിട്ടും അതാണല്ലോ. തീർച്ചയായിട്ടും എനിക്കും എൻ്റെ സംഗീതത്തിൽ എനിക്ക് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ട് പാടിക്കുവാൻ, ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് പാടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ ഹരീഷ് മണി പറയുന്ന പോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ സമം, ഞങ്ങളുടെ സംഗീതത്തിന്റെ സംഘടന, സംഗീതജ്ഞരുടെ സംഘടന ഇന്ന് എറണാകുളത്ത് അദ്ദേഹത്തിന് ഒരു പിറന്നാൾ ആഘോഷം നടത്തുകയാണ്, എല്ലാ ഗായകരും ഒത്തുചേർന്ന്. ഞാനും അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത്, ഇത് കൊച്ചിയിലാണ്, തിരുവനന്തപുരത്ത് കുറച്ച് അത്യാവശ്യമുള്ളത് കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് ഈ ജനത്തിലൂടെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും ദാസാർ എന്ന് വിളിക്കാൻ സമ്മതിക്കില്ല കേട്ടോ, ദാസേട്ടൻ എന്ന് വിളിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയും. പക്ഷെ അറിയാതെ ദാസാർ എന്ന് പറഞ്ഞു പോകും. അദ്ദേഹം ആകാശവാണിക്കും ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് ലളിതഗാനങ്ങളിലൂടെ. ആകാശവാണിയിലെ ഏറ്റവും പ്രശസ്തമായ ലളിതഗാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ ദാസേട്ടന്റെ ശബ്ദത്തിൽ പിറന്ന ഗാനം തന്നെയാണ്. കാവാലം നാരായണപ്പണിക്കർ സാർ എഴുതി NG രാധാകൃഷ്ണൻ പകർന്ന ഗാനത്തിന്റെ 2 വരി പാടാം. ഘനശ്യാമസന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ
ഹൃദയം. ഏതായാലും രണ്ടുപേർക്കും ഒരുപാട് നന്ദി. കാരണം ഈ ഒരു ഗാനഗന്ധർവൻ്റെ ഈ ഒരു പിറന്നാൾ സുദിനത്തിൽ ഒരുപാട് വിശേഷങ്ങൾ, ഒപ്പം പാട്ടിൻ്റെ ആ ഒരു സംഗീതം കൊണ്ട് നമ്മുടെ ആ ഒരു പ്രഭാതത്തെ, വാർത്താപുലരിയെ സംഗീത സാന്ദ്രമാക്കിയതിന്. ഏതായാലും നമുക്ക് ജനം കുടുംബത്തിൻ്റെയും ആശംസകൾ അർപ്പിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ, ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസൻ. ഇനിയും ഒരുപാട് നാളുകൾ അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി നമുക്കൊക്കെയും, ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് മാത്രമല്ല സംഗീതാസ്വാദകർക്കൊക്കെയും പകരാൻ ജഗദീശ്വരൻ ഇനിയും അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച്